ഇന്നത്തെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മുടെ തലശ്ശേരി കണ്ണൂരുകാരുടെ സ്വന്തം പച്ചരി ദോശയാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു വേറെ ഒരു ജില്ലയിലും ഇല്ലാത്ത ഒരു ടൈപ്പ് ദോശയാണെന്ന് തോന്നുന്നത് ഇത്. ദോശ എല്ലാവരുടെയും ഉണ്ടാവും, പക്ഷേ ഈ ഒരു ടൈപ്പ് ഉണ്ടാക്കൽ എവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അടിപൊളി ടേസ്റ്റുമാണ്. പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിൽ വെറും പഞ്ചസാര വരെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പച്ചരി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് അളവിൽ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നോർമൽ പച്ചരി തന്നെയാണ് കേട്ടോ, നമ്മുടെ റേഷൻ പച്ചരിയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിന് ഞാൻ 3-4 തവണ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ചധികം തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കിവിടെ അടച്ച് വെച്ച് കൊടുക്കാം. ചുരുങ്ങിയത് 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ചുരുങ്ങിയതാണേ പറഞ്ഞത്, 3-4 മണിക്കൂർ എന്തായാലും വെക്കണം. അപ്പോൾ ഇതാ ഞാനിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ അരി നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം മൊത്തത്തിൽ നല്ലപോലെ കളഞ്ഞെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരി സോക്കായതിന് ശേഷം കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ പച്ചരി ദോശൻ്റെ കണക്ക് എന്ന് പറയുന്നത്, നമ്മൾ എത്രയാണോ പച്ചരി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1.5 കപ്പല്ലേ പച്ചരി എടുത്തത്, അതുകൊണ്ട് തന്നെ 3/4 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് എടുക്കുമ്പം ഏത് അരിയുടേതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ ഏതാണോ ചോറ് വെക്കുന്നത് അതെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ തലേദിവസമൊക്കെ വെച്ച് ബാക്കിയുള്ള ചോറൊക്കെ ഉണ്ടാവില്ല ഫ്രിഡ്ജിൽ കിടപ്പുള്ള, ആ ഒരു ചോറൊക്കെ വെച്ചിട്ട് ചെയ്യട്ടെ. ഇതിനായിട്ട് അങ്ങനെ പുതിയ ചോറ് വെക്കണമെന്നില്ല. പഴയ ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് എടുത്തിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിയാൻ പാകത്തിന് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അരിയും ചോറും മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നീട് നമുക്ക് അരച്ചെടുത്തതിന് ശേഷം വേണ്ടത്ര ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇതിന് വെള്ളത്തിനൊരു കറക്റ്റ് അളവില്ല, എന്നാലും എനിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ ഇതാ ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഇതാ മാവ് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല മഷി പോലെ അരച്ചെടുക്കുക എന്ന് പറയില്ല, തരികളില്ലാതെ അങ്ങനെ അരച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അടിപൊളി ദോശ കെട്ടിയെടുക്കും. അങ്ങനെ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അങ്ങനെ അതിലും കൂടി ഒരു കുറച്ച് വെള്ളമാക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ എനിക്ക് വെള്ളം ആവശ്യമായിട്ട് വന്നത് 1.25 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ അങ്ങനെയാണ് കേട്ടോ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ചിലവർക്ക് 2 കപ്പ് വരെ വേണ്ടി വരും. അത് ഓരോ അരിക്കുള്ള വ്യത്യാസമായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ വെള്ളം കുറച്ച് കൂടിയെന്ന് വെച്ച് കുഴപ്പമില്ല, കാരണം ലൂസ് മാവാകുമ്പോൾ നമ്മുടെ ദോശ അത്രയും സോഫ്റ്റായിട്ട് കിട്ടും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ ഇതാ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഓവർ തിക്കല്ല, എന്നാൽ ഭയങ്കര നീരദോശയൊക്കെ പോലെ ഭയങ്കര ലൂസും അല്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ അപ്പോൾ നമ്മുടെ ദോശ ചുട്ടെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു കാസ്റ്റ് അയണിൻ്റെ പാനാണ് വെച്ച് കൊടുത്തില്ല. നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഏതായാലും കുഴപ്പമില്ല, പക്ഷേ കാസ്റ്റ് അയണിൻ്റെ ചെയ്യുമ്പോൾ അറിയാലോ ഒന്നുകൂടി മൊരിന് ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഓയിൽ എന്താണോ ഇഷ്ടമുള്ളത് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ എണ്ണ ഒന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ടുള്ളൊരു ദോശയൊന്നുമല്ല ഇത്. ജസ്റ്റ് ഒന്ന് പാനിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എത്രത്തോളം തിക്നെസ്സുള്ള ദോശ വേണോ അതിനനുസരിച്ച് മാവ് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സ്പൂണിലാണ് കേട്ടോ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ചുറ്റിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനിയിപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കേണ്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് ആറി വരുമ്പോൾ മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ കുറച്ചൊരു 1-2 ഡ്രോപ്പ് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിൽ. ഇനിയിപ്പോൾ ഇതാ ഈ ഭാഗം നന്നായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ ഒരു സൈഡും കൂടി ഒന്നങ്ങ് മൊരിഞ്ഞ് സെറ്റായി വരട്ടെ കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓരോ അരിക്ക് ചെറിയ ചെറിയ ചോറിൻ്റെ അളവിൽ വ്യത്യാസം വരും. അതായത് ചില സമയത്ത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോറ് കുറവേ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ ചേർത്താലും മതി കേട്ടോ. നേരെ പകുതിയായിട്ട് ചേർക്കാതെ അതിലും കുറച്ചുകൂടി ഒന്ന് കുറച്ചിട്ട് ചേർക്കുക കേട്ടോ. അങ്ങനെയായാലും മതി. അങ്ങനെ ഇതാ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ അടുത്തത് ചുട്ടെടുക്കുന്ന സമയത്ത് ജസ്റ്റ് പാനിൽ വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്ത്
ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്ര ബ്രഷിങ് മാത്രം മതി, ഒരുപാട് എടുത്ത് അങ്ങനെ ഒഴിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ ഇതാ നമ്മുടെ പച്ചരി ദോശ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും രാവിലെ ഉണ്ടാക്കുന്ന ഒരു തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ചും രാവിലെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇതുവരെ ഇങ്ങനെ ഒരു ഐറ്റം അറിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത കറികളൊന്നും വേണമെന്നില്ല. പഞ്ചസാര കൂട്ടി ചൂടോടെ കഴിക്കാം, അല്ലെങ്കിൽ തേങ്ങ കൂട്ടി കഴിക്കാം, മുട്ട ഓംപ്ലേറ്റ്, ചമ്മന്തി, കറി ഉണ്ട് എന്നുണ്ടെങ്കിൽ കറി എല്ലാത്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. തലേ ദിവസത്തെ മീൻ കറിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഞാനിപ്പോൾ ഇന്ന് വീട്ടിൽ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അതിൻ്റെ കൂടെ കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്